19ഓളം യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 15ഓളം പേർക്ക് പരിക്ക് പറ്റി. ഇതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരം എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതിൽ ഒരു സ്ത്രീ മരണപ്പെട്ടതായുള്ള വിവരം കൂടി ലഭ്യമാവുന്നു. അനീഷ്, നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? മരണപ്പെട്ട സ്ത്രീ ആരാണ്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമായില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 പേർക്ക് അതീവ ഗുരുതരമായ പരിക്കേറ്റായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അവരിൽ ഒരാളാണ് മരണപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. 15 പേർക്ക് കാര്യമായ പരുക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അവരുടെ ആ പരുക്കുകളുടെ ഒരു ആഴം അല്ലെങ്കിൽ എത്ര വ്യാപ്തിയിലുള്ള പരുക്കാണ് അവർക്ക് പറ്റിയതെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. അധികൃതരുടെ വിവരങ്ങൾ അനുസരിച്ച് 3 പേർക്ക് അതീവ ഗുരുതരമായ പരുക്കുകൾ തന്നെ ഉണ്ടായിരുന്നു. മറ്റുള്ള ആളുകളുടെ ആരോഗ്യനിലയും മരിച്ച ആരാണെന്ന് ഉള്ള വിവരങ്ങളും അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു 2 പേരുടെ നില ഗുരുതരമാണ്. മറ്റു ചില ആളുകൾക്കും കാര്യമായ പരുക്കുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം 40 മുതൽ 50 വരെ യാത്രക്കാർ ഉണ്ടായിരുന്ന വാഹനമാണ്. അതിൽ 15 പേർക്കാണ് ഗുരുതരമായ പരുക്കുകൾ ഉള്ളതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം തല കീഴായാണ് ബസ് ആ പുഴയിലേക്ക് മറിഞ്ഞത്. കൈവരികളോ ബാരിക്കേഡുകളോ സുരക്ഷാ വേലിയോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വാഹനം നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് തല കീഴ് മറിയുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ എത്തി ഉദ്യോഗസ്ഥർ വടം ഉപയോഗിച്ച് ക്രെയിനുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ ബസ് പൊക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. എന്തായാലും വാഹനത്തിനുള്ളിലും പുറത്തുമൊക്കെയായാണ് ആളുകൾ കുരുങ്ങിക്കിടന്നിരുന്നത്. നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ബസ്സിനുള്ളിൽ നിന്ന് സമഗ്രമായി ആളുകളെ പുറത്തെത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ബസ്സിന്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ മറ്റ് സമീപ പ്രദേശങ്ങളിലോ ആളുകളുണ്ടോ എന്ന് അറിയാനുള്ള വളരെ വിശദമായ പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുക്കത്തെയും തിരുവമ്പാടിയിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിലേക്കാണ് പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത്. അതിൽ ഒരാൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മരണസംഖ്യ ഒരുപക്ഷെ ഉയരുമോ എന്ന ആശങ്കകൾ ഒരു വശത്ത് നിൽക്കുന്നു. കാരണം 3 പേർക്ക് ഗുരുതരമായ അവസ്ഥയിലാണ് ഉള്ളത്. 61 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. തിരുവമ്പാടി കണ്ടപഞ്ചാൽ സ്വദേശിനിയായ സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. രാജേശ്വരി എന്നാണ് അവരുടെ പേര്. ഈ ഇന്നത്തെ അപകടത്തിൽ മരിച്ച സ്ത്രീയുടെ പേര് തിരിച്ചറിഞ്ഞിരിക്കുന്നു. തിരുവൻപാടി സ്വദേശി തന്നെയായ രാജേശ്വരി എന്ന 61 വയസ്സുള്ള സ്ത്രീയാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. മറ്റ് 2 പേരുടെ നില അങ്ങേയറ്റം ഗുരുതരമാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പുറത്തു നൽകാനുള്ളത്. 15ഓളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞിരിക്കുന്നു. 40-നും 50-നും ഇടയിൽ യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് വിവരങ്ങളുള്ളത്. കണ്ടക്ടറും ഡ്രൈവറും അടക്കമുള്ളവർക്കും അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്ത് പറയാൻ കഴിയുന്നു. എന്തായാലും കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ കുരുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള വളരെ വിശദമായ പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് KSRTCയിൽ ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞ വലിയ അപകടമുണ്ടായിരിക്കുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.